ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാണ്. ശ്രീദേവി മഹിയെ പറ്റിച്ച കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുകയും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക കേട്ടോ. പിന്നീട് ശ്രീദേവി ആണെങ്കിലും ആ ഡിസൈനിൻ്റെ കാര്യം മഹിയിൽ നിന്ന് ചോർത്തിയെടുക്കുകയാണ്. അങ്ങനെ മാനസയിൽ നിന്ന് അറിയാം കേട്ടോ. മനസ്സെ വിളിച്ച് പറയുന്നുണ്ട്, മാഡം ആ ഡിസൈന് എവിടെ വെച്ച് കൈമാറുന്നുണ്ട്, എന്തായാലും മാഡത്തിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലാഭമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മഹി കേട്ടോ കാണിക്കുന്നത്, മഹിയും ശ്രീദേവിയും കൂടി സംസാരിക്കുമ്പോഴത്തേനും പിന്നീട് മഹിയെ ഒന്നും കൂടി സോപ്പിടാൻ വേണ്ടി ശ്രീദേവി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ മഹി ഉണ്ടോ സമ്മതിക്കുന്നു. അങ്ങനെ നീയും അതുപോലെ നിൻ്റെ മേഡവും ചേർന്നിട്ട് ആ കൺമണിയെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഈ മഹി ആരാണെന്ന് നീ തിരിച്ചറിയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. ദേവ്ജിയും മഹിയും കൂടി ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്, ഇങ്ങനെ ശ്രീദേവിയെ ആ ഒരു കാര്യത്തിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് ധനലക്ഷ്മി പോയല്ലോ. അങ്ങനെ വരുണ് വിളിച്ചിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്. ധനലക്ഷ്മി എന്തോ കരഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വരുൺ ചോദിക്കുന്നുണ്ട്, എന്താണ് ദുഃഖപുത്രി ഈ പറയുന്നത്, നീ എപ്പോഴും കരച്ചിൽ മാത്രമാണല്ലോ. എന്തായാലും വരുണിനെ പറ്റിച്ച് അങ്ങനെ ധനലക്ഷ്മി രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നീട് ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത്. അങ്ങനെ ബലരാമനെ കാണാനുള്ള ഒരു ഓർഡറുമായിട്ട് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ നേരിട്ട് തന്നെ ബലരാമനെ കാണണം, കാര്യങ്ങളൊക്കെ പറയണം. അത് കൊണ്ട് തന്നെ ഭാഗ്യശ്രീ ജയിലിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ മാനസയെ കാണിക്കുന്നത്, അതുപോലെ വരുണും അതുപോലെ അനിരുദ്ധൻ സാറും ഒക്കെ പാടെ നിന്ന് സംസാരിക്കുക. നമ്മൾ 3 പേരും തുല്യ ദുഃഖിതരാണ്. ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ 3 പേരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കൺമണിയും കൃഷ്ണനും വീണ്ടും അവർ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ ഒന്നായി തന്നെ നിൽക്കും, ഉറപ്പാണ് ആ കാര്യത്തിൽ. എന്തായാലും അവർ ആരെന്ത് പറഞ്ഞാലും അത് എന്ത് പിന്തിരിപ്പിച്ചാലും കൺമണി കൃഷിനുള്ളതും കൃഷി കൺമണിക്കുള്ളത് തന്നെയാട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിഞ്ഞ എപ്പിസോഡായിട്ട്